ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ഏറ്റവും സന്തോഷത്തോടെയും വലിയ അഭിമാനത്തോടെയും ഈശോയുടെ തിരുസന്നിധിയിൽ വ്യാപരിക്കാം. ഇന്ന് നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച എന്ന് പറയുന്നത് നമ്മളുടെയൊക്കെ ആത്മരക്ഷയുടെ വിജയമാണ്, നമ്മുടെയൊക്കെ ആനന്ദത്തിൻ്റെ സമയമാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുന്നത് വലിയ ആത്മാഭിമാനത്തോടു കൂടിയായിരിക്കണം. ഒരു സാധാരണഗതിയിൽ നമ്മൾ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഒരു മനോഭാവമുണ്ടല്ലോ, അതിനേക്കാളും വലിയ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടു കൂടിയും വേണം നമ്മൾ ഇന്നത്തെ ഈ തിരുനാൾ ആഘോഷിക്കാൻ. നമുക്കൊരു നിമിഷം കണ്ണുകൾ അടച്ച് വിശുദ്ധ കുരിശിൻ്റെ അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ വർഷിക്കപ്പെടാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മേ, വിശുദ്ധ യോസേപ്പ് പിതാവേ, സകല വിശുദ്ധരെ മാലാഖമാരെ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്ക് വിശുദ്ധ കുരിശിനോട് സ്നേഹവും ഭക്തിയും വിശുദ്ധ കുരിശിൽ ആശ്രയവും ധൈര്യവും നൽകി അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് ആരംഭത്തിൽ ഞാൻ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ഒരു അഭിമാനത്തിൻ്റെ ദിവസമായി, സ്വാതന്ത്ര്യദിനം പോലത്തെ ഒരു ദിവസമായി ആഘോഷിക്കണം എന്ന് പറയാൻ കാരണമെന്നറിയാമോ? അതായത്, എന്താണ് വിശുദ്ധ കുരിശ് എന്ന് വ്യക്തമായി നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മളുടെ ജീവിതത്തിൻ്റെ തന്നെ സ്വഭാവം മാറും, ജീവിതത്തിൻ്റെ തന്നെ നമ്മളുടെ ജീവിത ദർശനം മാറും, കാഴ്ചപ്പാടുകൾ മാറും, നമ്മളുടെ വിശ്വാസത്തിൻ്റെ വെളിച്ചം വർദ്ധിക്കും. ഞാൻ നിങ്ങളോട് അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പറയാം. അതായത്, കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഈ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തൊട്ട് തലയാഴ്ച ഞാനും അതുപോലെ എൻ്റെ കൂടെ 2-3 ശുശ്രൂഷകരും കൂടെ ഇറാഖ് വരെ പോകാനിട വന്നു. അതായത് അന്നത്തെ കാലം, കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. അന്നത്തെ കാലത്ത് ക്രിസ്ത്യാനികൾ അവിടെ പീഡിപ്പിക്കപ്പെടുകയും ശിരച്ഛേദനം ചെയ്യപ്പെടുകയും ഒത്തിരി പേര് പലായനം ചെയ്യുകയൊക്കെ ചെയ്യുന്നൊരു കാലം നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അത് പലയിടങ്ങളിൽ നിന്ന്, സിറിയ, അങ്ങനെ ചുറ്റുമുള്ള ലെബനോൻ, പല സ്ഥലങ്ങളിൽ നിന്ന് കുറേ പേര് ഇറാഖിൻ്റെ ഒരു ഭാഗത്തേക്കായിരുന്നു കുടിയേറിയത്. അതായത് അവിടെ കുർദിസ്ഥാൻ എന്ന് പറയുന്നൊരു സ്ഥലത്ത്, അവിടെ ഒരു പ്രത്യേക ഒരു ഇൻഡിപെൻഡൻറ്റ് രാജ്യമെന്ന് വിളിക്കത്തില്ല, അങ്ങനെ ഒരു റീജിയനാണ്. അവിടെ വലിയ അക്രമങ്ങളില്ലാത്തത് കൊണ്ട് കുറേ പേര് അങ്ങോട്ടേക്കാണ് കുടിയേറിയത്. അപ്പോൾ ഞങ്ങൾ പോയത് സത്യത്തിൽ അവിടെയുള്ള ഈ അഭയാർത്ഥികളുടെ അടുത്തൊന്ന് പോയി അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹായങ്ങൾ ചെയ്യാമോ, വിശ്വാസത്തിൻ്റെ മേഖലയിൽ അവരെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നൊക്കെ ഒന്ന് അറിയാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത്. ഇർബിൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ്. അതായത് ഈ കുർദിസ്ഥാൻ്റെ ഒരു വലിയ സിറ്റിയാണ് ഇർബിൽ. അവിടെയാണ് എയർപോർട്ട് ഉള്ളത്. അവിടെ ഞങ്ങൾ പോയി ഇറങ്ങി. ഇവിടുന്ന് പോയപ്പോൾ ഞങ്ങൾ പലരും പല രീതിയിൽ വിഷമിച്ചൊക്കെയാണ് ഞങ്ങളെ യാത്രയാക്കുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ അപ്പോൾ ഇങ്ങനെ ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്, ക്രിസ്ത്യാനികളെ കൊല്ലുന്ന ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ പേർ അവിടെ നിന്ന് പലായനം ചെയ്തു കഴിഞ്ഞു, ഈ ഇറാഖിൽ നിന്ന്, അതുപോലെ സമീപ രാജ്യങ്ങളിൽ നിന്നെല്ലാം വിദേശങ്ങളിലേക്ക് അവർ പലായനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ചെന്നത് അവിടുത്തെ മെത്രാൻ്റെ ഇൻവിറ്റേഷനോട് കൂടിയാണ് ഞങ്ങൾ അവിടെ ചെന്നിറങ്ങി. ഇപ്പം ഇവിടുന്ന് പോയപ്പോഴേ നമുക്കൊരു ഏകദേശം ഒരു ആശയമുണ്ട് അവിടുത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന്. അതേസമയം തന്നെ ഇർബിൽ വലിയ പ്രശ്നമില്ലാത്ത, ആക്രമണങ്ങൾ ഇനിയും നടക്കാത്ത സ്ഥലമാണ് കുർദിസ്ഥാൻ എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ട് വലിയ ഭയമില്ലാതെയാണ് അവിടെ ചെല്ലുന്നത്. ചെന്ന് ഞങ്ങളെ ഒരു മലയാളി സഹോദരൻ ഞങ്ങളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് പോകുന്നു. ആ സമയത്ത് ഞാനിങ്ങനെ കാറിനകത്തിരുന്ന് ചുറ്റുവട്ടത്ത് നോക്കുകയാണ്. ചുറ്റുവട്ടത്ത് ഞാൻ പ്രത്യേകിച്ച് ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ആദ്യം നോക്കുന്നത് അവിടെയുള്ള മറ്റു വാഹനങ്ങളിലേക്കാണ്. ആ വാഹനങ്ങൾ നമുക്ക് നോക്കിയറിയാം. അവിടെ ഡ്രൈവറുടെ സീറ്റിനടുത്ത് സാധാരണഗതിയിൽ അവരുടെ വിശ്വാസം പ്രഖ്യാപിക്കുന്ന എന്തെങ്കിലും ഗ്ലാസിൻ്റെ എന്തെങ്കിലും മിററിൻ്റെ സ്ഥലത്തോ അവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഡാഷ്ബോർഡിലോ എന്തെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിൽ കുരിശോ കൊന്തയോ അങ്ങനെ എന്തെങ്കിലും കാണും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ എല്ലാ കാറുകളും ഒന്ന് നോക്കി അവിടുത്തെ സാഹചര്യം എന്താണ്. ക്രിസ്ത്യാനികളുടെ ഭയപ്പെടുത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട്, വിശ്വാസം പ്രഖ്യാപിക്കാൻ ഭയമുണ്ടാകുന്ന ഒരു സ്ഥലമായതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാരെങ്ങനെയാണെന്ന് നോക്കാൻ വേണ്ടി ആ വാഹനത്തിലേക്ക് നോക്കിയപ്പോഴുണ്ടല്ലോ, പല വാഹനങ്ങളുടെയും ആ മിററിൻ്റെ അവിടെ ഒരു ജപമാല തൂങ്ങിക്കിടക്കുന്നു, അല്ലെങ്കിൽ കുരിശ് തൂങ്ങിക്കിടക്കുന്നു. ഞാൻ ഞെട്ടി. ഞാൻ പെട്ടെന്ന് അവിടെ ഞങ്ങളെ കൂട്ടാൻ സഹോദരനോട് ചോദിച്ചു, ഇതെന്താ ഇത്രമാത്രം പീഡനം നടക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞിട്ട് ഇവർ വളരെ സ്വൈര്യമായിട്ട്
ഈ വാഹനത്തിൽ ധൈര്യപൂർവ്വം ജവമാലയൊക്കെ തൂക്കി യാത്ര ചെയ്യുന്നല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, അതെ, ഈ ഒരു സ്ഥലത്തിന് മാത്രം സമാധാനം പ്രത്യേകിച്ചുകൊണ്ട് ഇവിടെയൊന്നും അക്രമങ്ങളില്ല, ഇവിടെ ഈ പറയുന്ന പ്രശ്നങ്ങളില്ല എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, അത് ഓഗസ്റ്റ് മാസം അവസാനമാണ് ഞങ്ങളവിടെ പോയത്. എനിക്ക് തോന്നുന്നത് സെപ്റ്റംബർ 10 ആ സമയത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു വന്നു. അന്നേരത്തേക്കും വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാളിൻ്റെ സമയമാണ്. ഞാൻ പോരുന്ന അവസാനത്തെ ദിവസങ്ങളൊക്കെ ആയപ്പോഴത്തേക്ക് ഞാൻ നോക്കുമ്പോൾ പല വീടുകളുടെയും മുകളിൽ കുരിശ് ഉയർത്തിയിട്ട് അതിനെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നെ പലതും ഈ എന്താ പറയുക, വെളിച്ചം കാണത്തക്ക രീതിയിൽ കുറേ ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ദൂരെ നിന്ന് പോലും കാണത്തക്ക രീതിയിൽ വീടുകളുടെ മുകളിൽ, പള്ളിയല്ല വീടുകളുടെ മുകളിൽ ഇത് ഉയർത്തപ്പെടുകയാണ്. അതെനിക്ക് അത്ഭുതമായി. കാരണം ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല അങ്ങനെ വിശുദ്ധ കുരിശ് ഇങ്ങനെ വീടിൻ്റെ മുകളിൽ ഉയർത്തുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പള്ളിയിലാണ് ഉയർത്തുന്നത്, താൽക്കാലികമായിട്ട് പോലും നമ്മൾ വീടുകളുടെ മുകളിൽ ഉയർത്താറില്ല. അതിന് ഞാൻ ഇദ്ദേഹത്തോട്, ഈ കൂട്ടത്തിലുള്ള സഹോദരൻ ചോദിച്ചത് എന്താ ഇങ്ങനെയെന്ന് ചോദിച്ചപ്പോൾ അവിടെ സിസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതാണ്, ഇതാണ് ആ ഒരു ദേശത്തിൻ്റെ ഏറ്റവും വലിയ ആഘോഷം. ആ ദേശത്തിൻ്റെ, അവിടെ ധാരാളം ക്രിസ്ത്യാനികളുണ്ട്, അവരുടെ ഏറ്റവും വലിയ ആഘോഷമാണ് വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ തിരുനാൾ. അവരുടെ രൂപതയുടെ തന്നെ ആഘോഷമാണത്. അതുകൊണ്ട് അവർ നൊവേന ചൊല്ലി പ്രാർത്ഥിക്കും. 9 ദിവസങ്ങൾ അവർ പ്രത്യേകമായി വീടുകളിൽ പ്രാർത്ഥിക്കും. അതിൻ്റെ അടയാളമായിട്ട് 1-ാം ദിവസം മുതൽ ഇവർ വീടുകളുടെ മുകളിൽ കുരിശ് ഉയർത്തും. എന്നിട്ട് അതിന് ഡെക്കറേഷൻസോ ഇലുമിനേഷനോ എന്താണോ ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്ത് ഭംഗിയാക്കും അവർ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ അതിനെക്കുറിച്ച് ധ്യാനിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എനിക്ക് തന്നൊരു ബോധ്യം എന്താണെന്നറിയാമോ? വിശുദ്ധ കുരിശിൻ്റെ തണലിലാണ് ആ നഗരം കിടക്കുന്നത്. വിശുദ്ധ കുരിശിനെയാണ് അവർ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. വിശുദ്ധ കുരിശിൽ മരിച്ച ഈശോയെ അവർ ആരാധിക്കുമ്പോൾ വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെ അവർ പ്രകീർത്തിക്കുക. ഈ ഒരു സ്വഭാവം അവരുടെ ആധ്യാത്മികതയിൽ മാത്രമല്ല, അവരുടെ ആഘോഷങ്ങളിലും സംസ്കാരത്തിലും പോലും ഉണ്ട്. മറ്റ് ഈ പറയുന്ന എന്താ പറയുക, തലവെട്ടാൻ കൂട്ടാക്കി നടക്കുന്ന കുറേ പേരുടെ ഒക്കെ ഉള്ള ഒരു രാജ്യമാണത്. പക്ഷെ എന്നിട്ടും അവരത് പ്രഘോഷിക്കുക. അന്ന് ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ പഠിപ്പിച്ചൊരു കാര്യം ഇതാണ്: ആരെല്ലാം കുരിശിൻ്റെ തണലിൽ ആശ്രയിക്കുന്നുവോ, ആരെല്ലാം കുരിശിൻ്റെ ശക്തിയിൽ ആത്മധൈര്യം കൊള്ളുന്നുവോ, അവരെല്ലാവരും സ്വർഗീയ സംരക്ഷണത്തിൽ ഉള്ളവരായിരിക്കും. എന്ന് മാത്രമല്ല, ആ ദേശം അനേകർക്ക് അനുഗ്രഹമായി മാറും. ഞാൻ കണ്ട ഒരു വലിയ യാഥാർത്ഥ്യം എന്താണെന്നറിയാമോ? ആ ഒരു 10-12 ദിവസങ്ങൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾ കുറേ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോയി. സിറിയയിൽ നിന്ന് വന്ന 1000-ലധികം കുടുംബങ്ങൾ താമസിക്കുന്ന അഭയാർത്ഥി ക്യാമ്പ്. അതും കരാവൻ എന്ന് പറയുന്ന ഈ ഒരു കണ്ടെയ്നർ പോലത്തെ, അതിനുള്ളിലാണ് ഇവർ 2 കുടുംബം ഒരു കണ്ടെയ്നറിലാണ് താമസിക്കുന്നത്. ചുട്ടുപൊള്ളുന്ന ചൂടത്ത് ഇരുമ്പിൻ്റെ കണ്ടെയ്നറിനുള്ളിലാണ് ഇവർ താമസിക്കുന്നത്. കൂളർ വെച്ചിട്ടുണ്ട്, പക്ഷെ കൂളറെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. പ്രിയ സഹോദരങ്ങളെ, ഇത്രയും ജനതതി ലെബനോനിൽ നിന്നും സിറിയയിൽ നിന്നുമൊക്കെ ഈ ഒരു കൊച്ചു ദേശത്ത് വന്ന് അഭയം പ്രാപിച്ചു. ഇറാഖിൻ്റെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് പോലും ക്രിസ്ത്യാനികളും രൂപതയുടെ ഉള്ള ഓരോ രൂപതകൾ പോലും വന്ന് ഓടി അഭയം പ്രാപിച്ചത് ഈ സ്ഥലത്താണ്. കാരണം എന്താ? ഇവിടെ കയറി ആരും ഒരാളെയും സ്പർശിച്ചിട്ടില്ല. അതായത് ഈ വിശുദ്ധ കുരിശിനോട് നമ്മൾ കാണിക്കുന്ന ഭക്തി, വിശുദ്ധ കുരിശിനോടുള്ള നമ്മളുടെ സമീപനം, വിശുദ്ധ കുരിശിനോടുള്ള നമ്മുടെ സ്നേഹം വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾക്ക് ആത്മശക്തി നൽകുന്ന, നമുക്ക് സംരക്ഷണം നൽകുന്ന, സ്വർഗീയമായ ഇടപെടൽ നൽകുന്ന ഒരു അത്ഭുത സാന്നിധ്യമാണ് വിശുദ്ധ കുരിശ്. അത് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് വിശുദ്ധ കുരിശിൽ തന്നെ പൂർണ്ണമായ ധൈര്യം ഏറ്റെടുത്ത് നമുക്ക് ആശ്രയിക്കാൻ പറ്റും. അതുകൊണ്ടാണ് കാർന്നവന്മാർ പറഞ്ഞിരുന്നത്, അല്ലേ, പിശാച് കുരിശ് കണ്ടതുപോലെ എന്ന് പറയാറുണ്ട്. ചില ഉദാഹരണങ്ങൾ പറയുന്നതാണ്, പഴഞ്ചൊല്ലു പോലെ. അതെന്താ? വിശുദ്ധ കുരിശിൻ്റെ ശക്തിയെക്കുറിച്ച് സാത്താന് നല്ലോണം അറിയാവുന്നത് കൊണ്ട് വിശുദ്ധ കുരിശിനെ അവൻ ഭയപ്പെടുന്നുണ്ട്. കാരണം എന്താ? ഈ വിശുദ്ധ കുരിശിൻ്റെ ശക്തി എവിടുന്നാണ് വരുന്നത്? വിശുദ്ധ കുരിശിൻ്റെ ശക്തി വരുന്നത് കുരിശിൽ മരിച്ച സർവശക്തനും ദൈവവുമായ യേശു ക്രിസ്തുവിൽ നിന്നാണ്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിൽ അതിൻ്റെ 33-ാമത്തെ തിരുവചനം, വിശുദ്ധ ലൂക്ക 23-ന്റെ 33-ാം തിരുവചനം, തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു, അവിടെ അവർ അവനെ കുരിശിൽ തറച്ചു. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്ത് അവർ വന്നു, അല്ലെങ്കിൽ തലയോടിടം എന്ന് ചിലടത്ത് പറഞ്ഞാൽ, അതായത് തലയോട് എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം. തലയോട് എന്ന് വിളിക്കപ്പെടുന്ന ഈ സ്ഥലത്തെത്തിയപ്പോൾ അവിടെ അവർ യേശുവിനെ കുരിശിൽ തറച്ചു. അപ്പോൾ ഈ കുരിശും തലയോടും യേശുവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. ആൻ കാതറിൻ എമറിച്ച് എന്ന് പറയുന്ന ഒരു വിശുദ്ധയുണ്ട്, ഒരു പുണ്യവതി. ആ വിശുദ്ധയുടെ ഒരു ദർശനം, ആ വിശുദ്ധ
വിശുദ്ധ വാഴ്ത്തപ്പെട്ടവളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ പുണ്യവതിയുടെ ദർശനങ്ങളെ, അതായത് ഈശോയുടെ പീഡാനുഭവങ്ങളെ ശരീരത്തിൽ അനുഭവിച്ചവളാണ് ആൻ കാതറിൻ എമറിച്ച്. അത് ഒരു മിസ്റ്റിക്കായിരുന്നു. അപ്പോൾ ഈ പീഡാനുഭവങ്ങളൊക്കെ ശരീരത്തിൽ അനുഭവിക്കുന്ന സമയത്ത് ഈ മിസ്റ്റിക്ക് ഇങ്ങനെ, ഈ പുണ്യവതി ഇങ്ങനെ വിളിച്ചു പറയുന്ന വേദനയുടെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട്. അതെല്ലാം അവർ റെക്കോർഡ് ചെയ്തു, എഴുതി വെച്ചു. എന്നിട്ട് അതൊരു പുസ്തകമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്, ഈശോയുടെ പീഡാനുഭവം എന്ന് പറയുന്നൊരു പുസ്തകം. അത് നിങ്ങൾക്ക് പിന്നീട് വായിക്കാം. അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഭവമാണ് ഞാൻ പറയുന്നത്. അതായത് അവിടെ ഈ ആൻ കാതറിൻ എമറിച്ചിന് കിട്ടിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചുള്ള ദർശനത്തിൽ പറയുകയാണ്, ഈ തലയോടിടം എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലം സത്യത്തിൽ തലയോടിൻ്റെ ഇടം തന്നെയായിരുന്നു. ഈശോയുടെ കുരിശ് നാട്ടാൻ വേണ്ടി ഇവർ കുഴി കുഴിച്ചത് ആദത്തിൻ്റെ തലയോടിൻ്റെ മുകളിലാണെന്നാണ് പറയുക. അതുകൊണ്ടാണത് ആ സ്ഥലം, അതായത് അവിടെ ആദം അടക്കം ചെയ്യപ്പെട്ടിരുന്നു എന്നൊരു വിശ്വാസം പണ്ട് മുതലേ കാണുമായിരുന്നിരിക്കാം. അതിനെക്കുറിച്ച് വിശദമായി ദർശനത്തിൽ പറയുന്നില്ല. പക്ഷേ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആദത്തിൻ്റെ തലയുടെ മുകളിലാണ് ഈ കുഴി കുരിശ് അവിടെ നാട്ടപ്പെട്ടത്. അപ്പോൾ തലയോടിടം എന്ന് പറയുന്നത് ഒരു യാദൃശ്ചിക വന്നൊരു പേരല്ല. വിശ്വാസത്തിൽ ആദ്യം മുതൽ അവിടെ ആദത്തിൻ്റെ പാപത്തിൻ്റെ സിമ്പിളായിട്ട് ആദത്തിൻ്റെ തലയോട് അവിടെ തന്നെ ഉണ്ടായിരുന്നോ എന്ന് എന്താ പറയുക, ചൂടുന്ന് ചിന്തിക്കുന്നതിനേക്കാളും നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു യാഥാർത്ഥ്യം, ആദത്തിൻ്റെ തലയോടെന്ന് പറയുന്നത് പാപത്തിൻ്റെ തലയാണ്. അതായത് പാപബുദ്ധിയിൽ ഉദിച്ച തലയാണത്. അപ്പോൾ അതിൻ്റെ മുകളിൽ, അതായത് പാപം മൂലമാണ് മരണമുണ്ടായത്. ഒരു വൃക്ഷത്തിൽ നിന്ന് മരണമുണ്ടായി, അല്ലേ? ഈ വൃക്ഷത്തിൽ നിങ്ങൾ ഭക്ഷിക്കരുതെന്ന് പറഞ്ഞു. ആ വൃക്ഷത്തിൽ നിന്ന്, ആ മരത്തിൽ നിന്ന് മരണമുണ്ടായി. ആ മരത്തിൽ നിന്നുണ്ടായ മരണത്തിൻ്റെ ഒരു സിമ്പലായിട്ട് വേണം, പ്രതീകമായിട്ട് വേണം നമ്മൾ ആദത്തിൻ്റെ തലയോടിനെ കാണാൻ. അപ്പോൾ ഈ ആദത്തിൻ്റെ തലയോടിൻ്റെ മുകളിൽ ക്രിസ്തു തൻ്റെ രക്ഷയുടെ കുരിശ് നാട്ടി. അപ്പോൾ അവിടെ ഈശോയുടെ കുരിശ് നാട്ടപ്പെട്ടപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് പാപത്തിൻ്റെ മേലുള്ള വിജയമാണ്. ക്രിസ്തുവിൻ്റെ കുരിശുമരണം പാപത്തിൻ്റെ മേലുള്ള വിജയമാണ്. പാപത്തിന് മനുഷ്യൻ്റെ മേലുണ്ടായിരുന്ന വിജയം എന്താ? മരണമാണ്, അല്ലേ? നീ ഇത് ഭക്ഷിക്കരുത്, ഭക്ഷിച്ച തീർച്ചയായും മരിക്കും. റോമ 6 വചനം പറയുകയാണ്, 6:21 മുതൽ 23 വരെ 2 പ്രാവശ്യം അവിടെ പറയുന്നുണ്ട്. പാപത്തിന് വേദനമുണ്ട്, അത് മരണമാണ്. പാപത്തിൻ്റെ ശമ്പളം മരണം അത്രേ. അപ്പോൾ ഈ പാപത്തിന് ശമ്പളമായ മരണം, അഥവാ പാപം ചെയ്ത് മരണം നമ്മുടെ മേൽ, അഥവാ മരണം വഴി പിശാച് നമ്മുടെ മേൽ ആധിപത്യം പുലർത്തിയപ്പോൾ ഈശോ കുരിശിൽ മരിച്ചുകൊണ്ട് മരണത്തിലൂടെ, ഉയർപ്പിലൂടെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പിശാചിൻ്റെയും മേൽ ഈശോ വിജയം വരിച്ചു. അപ്പോൾ വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത്, കുരിശിൻ്റെ ശക്തി എന്ന് പറയുന്നത് ആ ഒരു വസ്തുവിൻ്റെ ഒരു പ്രത്യേകതയല്ല, മറിച്ച് അതിൽ മരിച്ചവൻ്റെ ശക്തിയാണ്, മരിച്ചവൻ്റെ യോഗ്യതയാണ്. അതുകൊണ്ട് തന്നെ വിശുദ്ധ കുരിശ് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനോട് നമ്മൾ പ്രതീകാത്മകമായി ക്രിസ്തുവിനെ തന്നെ കാണുന്ന ഒരു അടയാളമാണ് വിശുദ്ധ കുരിശ്. അതുകൊണ്ടാണ് നമ്മളിവിടെ വചനത്തിൽ വായിക്കുക, കൊളോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം, അവിടെ അതിൻ്റെ 14-15 തിരുവചനങ്ങളിൽ വചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: നമുക്ക് ദോഷകരമായി നിന്ന ലിഖിത നിയമങ്ങളെ അവൻ മായ്ച്ചു കളയുകയും അവയെ കുരിശിൽ തറച്ച് നിഷ്കാസനം ചെയ്യുകയും ചെയ്തു. ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. അവൻ കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട് അവയെ പരസ്യമായി അവഹേളനാപാത്രങ്ങളാക്കി. അപ്പോൾ നോക്കിയേ, ഈ ലോകത്തിൻ്റെ ആധിപത്യങ്ങളും അധികാരങ്ങളും, ഈ ലോകത്തിൻ്റെ പാപത്തിൻ്റെ ആധിപത്യം, പിശാചിൻ്റെ അധികാരം നമ്മളുടെ മേൽ, നമ്മുടെ തലമുറകളുടെ മേൽ, നമ്മുടെ വ്യക്തി ജീവിതത്തിൻ്റെ മേൽ, നമ്മൾ വസിക്കുന്ന സ്ഥലത്തിൻ്റെ മേൽ, നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ മേൽ അങ്ങനെയൊരു പാപസ്വാധീനമുണ്ടെങ്കിൽ, അങ്ങനെയൊരു പൈശാചിക സ്വാധീനമുണ്ടെങ്കിൽ, അങ്ങനെയൊരു മരണത്തിൻ്റെ തേർവാഴ്ചയുണ്ടെങ്കിൽ, സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ കുരിശിലൂടെ, ക്രിസ്തുവിൻ്റെ കുരിശുമരണത്തിലൂടെ ക്രിസ്തു തന്നെ നമുക്ക് വേണ്ടി രക്ഷ നേടിത്തന്നിരിക്കുന്നു. പാപത്തിൻ്റെ മേൽ വിജയം വരിച്ചുകൊണ്ട്, കുരിശിൻ്റെ വിജയം ആഘോഷിച്ചുകൊണ്ട്, കുരിശിൻ്റെ മേൽ ജീവൻ്റെ വിജയം ആഘോഷിച്ചുകൊണ്ട് ഈശോ നമ്മളെ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു. അത് ആധിപത്യങ്ങളെ, അധികാരങ്ങളെ നിരായുധമാക്കി. പിന്നെ പിശാചിനും പാപത്തിനും നമ്മളെ ആക്രമിക്കാൻ സാധിക്കില്ല. അതുപോലെ നിരായുധമാക്കി കുരിശിൽ അവയുടെ മേൽ വിജയം ആഘോഷിച്ചുകൊണ്ട്, ഉണ്ടോ, എല്ലാ പാപത്തിൻ്റെയും പൈശാചികതയുടെയും മേൽ കുരിശിലാണ് ക്രിസ്തു വിജയം ആഘോഷിച്ചത്. കുരിശുമരണം ആണ് നമ്മൾ കുരിശിൽ കാണുന്നത്. പ്രിയ സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയുടെ ആഘോഷമായിരിക്കണം. സാത്താൻ്റെ മേലുള്ള വിജയത്തിൻ്റെ ആഘോഷമാണത്. അത് തിരിച്ചറിവ് നമുക്കുണ്ടെങ്കിൽ സഹോദരങ്ങളെ,
നമ്മൾ പിശാചിനെയോ പാപത്തെയോ ഭയക്കാതെ ജീവിക്കും. ദൈവത്തിൻ്റെ തിരുവചനം വിശുദ്ധ പത്രോസ്ലീഹ ഇങ്ങനെയാണ് എഴുതുന്നത്. 1 പത്രോസ് 2:24 നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. ഇത് നാം പാപത്തിന് മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കേണ്ടതിനാണ്. അവൻ്റെ മുറിവിനാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഈ വിശുദ്ധ കുരിശിലേക്ക് ഈശോ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ടാണ് കയറിപ്പോയത്. അതുകൊണ്ട് വിശുദ്ധ കുരിശ് എന്ന് പറയുന്നത് പാപത്തെ നിർമാർജനം ചെയ്ത, ഇല്ലാതാക്കിയ ദൈവത്തിൻ്റെ ഇടപെടലിൻ്റെ അടയാളമാണ്. നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ എന്താ പ്രാർത്ഥിക്കുക? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. നോക്കിക്കേ, ആ പ്രാർത്ഥന ശ്രദ്ധിച്ചോ? വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക. വിശുദ്ധ കുരിശ് രക്ഷയുടെ അടയാളമാണ്, നമുക്കുള്ള ഒരു തണലാണ്. അതോടൊപ്പം തന്നെയുണ്ടല്ലോ വിശുദ്ധ കുരിശിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? വിശുദ്ധ കുരിശ് നമുക്കൊരു സംരക്ഷണ കവചമാണ്, നമുക്കൊരു പരിചയമാണ് വിശുദ്ധ കുരിശ്. അതുകൊണ്ടാണ് രാവിലെ എഴുന്നേൽക്കുമ്പോഴേ നെറ്റിയിൽ കുരിശ് വരയ്ക്കണമെന്ന് പറയുന്നത്. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ, ആരെ ഞങ്ങളുടെ ശത്രു? നമ്മുടെ അയൽവക്കക്കാരനല്ല നമ്മുടെ ശത്രു, നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളല്ല നമ്മുടെ ശത്രു, നമ്മുടെ സ്കൂളിൽ നമ്മുടെ കൂടെ പഠിക്കുന്ന സഹപാഠിയല്ല നമ്മുടെ ശത്രു, ഒരു മനുഷ്യനുമല്ല നമ്മുടെ ശത്രു. നമ്മുടെ ശത്രു പിശാചാണ്. അതുകൊണ്ടെന്താ? പിശാചും അവൻ്റെ സൈന്യനിരകളെയും കുരിശുമരണത്താൽ കർത്താവ് പരാജിതരാക്കി. പിശാചിനെയും അവൻ്റെ സൈന്യനിരകളെയും വിശുദ്ധ കുർബാന, സീറോ മലബാർ സഭയുടെ വിശുദ്ധ കുർബാനയുടെ ഒരു സ്ഥാപക വചനങ്ങൾക്ക് ശേഷം വരുന്ന 3-ാം പ്രണാമ ജപത്തിൻ്റെ 2-ാം ഭാഗം അവിടെ പറയുന്നുണ്ടല്ലോ, ഞങ്ങളുടെ ശത്രുക്കളെ അങ്ങ് പരാജിതരാക്കി. ആരായി ശത്രു? ശത്രുക്കൾ സാത്താനും അവൻ്റെ സൈന്യനിരയും. അത് വിശുദ്ധ കുർബാനയുടെ മറ്റു ഭാഗങ്ങളിൽ ഏറ്റുപറയുന്ന ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഒരു കാര്യം, അതായത് സാത്താനെയും അവൻ്റെ സൈന്യനിരയെയും യേശു ക്രിസ്തു കുരിശുമരണത്താൽ എന്നേക്കുമായി പരാജിതരാക്കി. അപ്പോൾ ഒരു മരത്തിൽ നിന്ന് നമുക്ക് പാപവും അതുവഴി മരണവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ, മറ്റൊരു മരത്തിൽ നിന്ന്, അതായത് വിശുദ്ധ കുരിശാകുന്ന മരത്തിൽ നിന്ന് നമുക്ക് ജീവനും ഉദ്ധാനവും പാപത്തിൻ്റെ മേൽ വിജയവും ലഭിച്ചു. ഒരു മരം, ഉൽപ്പത്തിയിലെ മരം, അത് പാപത്തിൻ്റെ കനി നമുക്ക് തന്നെങ്കിൽ, 2-ാമത്തെ മരം, അതായത് രക്ഷയുടെ മരമാകുന്ന കുരിശ്, നമുക്ക് വിശുദ്ധ കുർബാനയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരം നമുക്ക് നൽകി. സഹോദരങ്ങളെ, ഇതാണ് നമ്മുടെ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ചയുടെ അടിസ്ഥാനം. അപ്പോൾ നമ്മൾ വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച ആഘോഷിക്കുമ്പോൾ സ്വാതന്ത്ര്യമാണ് ആഘോഷിക്കേണ്ടത്, സ്വാതന്ത്ര്യ ദിനമാണ് ആഘോഷിക്കേണ്ടത്. കുരിശുമരണത്തിന്, ദുഃഖവെള്ളിയുടെ, അല്ലേ, നമ്മൾ ഇംഗ്ലീഷിൽ പറയാറുണ്ടല്ലോ ഗുഡ് ഫ്രൈഡേ, ദുഃഖവെള്ളി. അതായത് നമ്മുടെ രക്ഷയുടെ ആഘോഷമാണത്, സ്വാതന്ത്ര്യ ദിനമാണത്. നമ്മൾ എന്നേക്കുമായി സാത്താൻ്റെ അടിമത്തിൽ രക്ഷ പ്രാപിച്ചതിൻ്റെ അടയാളമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ, നമ്മളെപ്പോഴും വിശുദ്ധ കുരിശിനെ നമ്മൾ സ്നേഹിക്കുകയും കൊണ്ടു നടക്കുകയും ചെയ്യണം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ചില ആൾക്കാർക്ക്, ചില പ്രത്യേക വിശ്വാസത്തിൽപ്പെട്ടവർക്ക് വിശുദ്ധ കുരിശ് അലർജിയാണ്. കുരിശ് അവർക്ക് കാണാൻ പറ്റില്ല, കുരിശിനെ അവർ നിന്ദിക്കും. എനിക്കറിയാം, ചിലയിടങ്ങളിൽ നമ്മളുടെ ചില സ്ഥാപനങ്ങളിൽ, സ്കൂളുകളിലുമൊക്കെ നമ്മളുടെ ലോഗോയിൽ എംബ്ലം ഉണ്ടല്ലോ, കുട്ടികൾ പഠിക്കുമ്പോഴുള്ള യൂണിഫോം ഇടുന്ന എംബ്ലത്തിൽ കുരിശിൻ്റെ അടയാളമുണ്ടെന്ന് പറഞ്ഞ് അത് മാറ്റണമെന്ന് പറഞ്ഞ് സമരം ചെയ്തവരെ എനിക്കറിയാം. എവിടെ നിന്ന് വന്നു? കുരിശിനോടുള്ള ദേഷ്യം. ചിലയിടത്ത് റെഡ് ക്രോസ് സൊസൈറ്റി, റെഡ് ക്രോസ് എന്നുള്ള, സത്യത്തിൽ അത് ഈശോയുടെ കുരിശിൻ്റെ ഒരു ഷേപ്പല്ല, അതൊരു പ്ലസ് പോലത്തെ, എന്നിട്ട് പോലും അതിനകത്ത് ക്രോസ് എന്നുള്ളത് കൊണ്ട് ആ ക്രോസ് സിമ്പിൾ മാറ്റി, ക്രോസ് എന്ന വാക്കും മാറ്റിയിട്ട് മറ്റ് വാക്കുകൾ ഉപയോഗിച്ച് ആ സൊസൈറ്റി കൊണ്ട് നടക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കുരിശിനോട് ഇത്രമാത്രം അലർജി? നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ തന്നെ കുരിശിൻ്റെ മുകളിൽ കയറിയിരുന്ന് കുരിശിനെ നിന്ദിക്കാൻ പരിശ്രമിച്ചവരെ കുറിച്ച് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടു. യൂറോപ്യൻ രാജ്യങ്ങളിൽ ഞാൻ മനസ്സിലാക്കുന്നത് കുരിശെടുത്തു മാറ്റണം എന്ന ആക്രോശം കൊണ്ട് നടക്കുകയാണ് കുറേ മനുഷ്യർ. അതായത് യൂറോപ്യൻ പണ്ട് മുഴുവൻ ക്രിസ്തീയവൽക്കരിക്കപ്പെട്ടിരുന്നതുകൊണ്ട്, ക്രിസ്ത്യാനികളുടെ വിശ്വാസികളുടെ നാടായതുകൊണ്ട് പള്ളിയിലും ആസ്പത്രികളിലും വ്യക്തിപരമായി ഓരോ വ്യക്തികൾ താമസിക്കുന്ന സ്ഥലങ്ങളിലുമൊക്കെ കുരിശ് രൂപം വയ്ക്കുമായിരുന്നു, പ്രത്യേകിച്ചും രോഗികൾ കിടക്കുന്നിടത്തൊക്കെ. പക്ഷേ ഇപ്പോൾ അത് അലർജിയായി, ഭയപ്പെടുത്തുന്ന എന്തോ ഒന്നായി
ഞങ്ങളുടെ എന്താ പറയുക വ്യക്തി സ്വാതന്ത്ര്യത്തിനെ ഖനിക്കുന്ന എന്തോ ആയിട്ടൊക്കെ ആണ് ചിത്രീകരിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് യൂറോപ്പിൻ്റെ പലയിടങ്ങളിലുമൊക്കെ. സഹോദരങ്ങൾ, എന്തു പറ്റി? കാരണം എന്താ? ആധിപത്യങ്ങളെയും അധികാരങ്ങളെയും അവൻ നിരായുധമാക്കി. കുരിശ് വിജയത്തിൻ്റെ അടയാളമാണ്, രക്ഷയുടെ അടയാളമാണ്. അപ്പോൾ ശിക്ഷയ്ക്കും മരണത്തിനും പാപത്തിനും പാപഹേതുക്കൾക്കും കുരിശ് എപ്പോഴും ഭയാജനകമാണ്. അതുപോലെ തന്നെ അത് എപ്പോഴും തോൽവിയുടെ ഓർമ്മപ്പെടുത്തലാണ്. തോൽവിയുടെ ഓർമ്മപ്പെടുത്തൽ, ഒരു തോറ്റതിൻ്റെ ഓർമ്മപ്പെടുത്തലാണ്. തോറ്റുപോയി എന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മളോട് പറഞ്ഞു. ഒരു മത്സരത്തിൽ പങ്കെടുത്തു, നമ്മൾ തോറ്റ് നാണം കെട്ടു. നമ്മൾ വലിയ എന്താ പറയുക ഗീർവാണമൊക്കെ അടിച്ചാണ് പോയത്, ഞങ്ങൾ ജയിച്ചു വരും എന്നൊക്കെ പറയും. തോറ്റ് നാണം കെട്ടെന്ന് വിചാരിക്കുക. തോറ്റ് നാണം കെട്ട് തിരിച്ചു വന്നു കഴിയുമ്പോൾ അയ്യേ തോറ്റു 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 എന്ന് നമ്മളിങ്ങനെ ആവർത്തിച്ച് നമ്മളോട് പറഞ്ഞാൽ നമുക്കെന്ത് തോന്നും? നമുക്ക് കലിപ്പ് തോന്നും അല്ലേ? നമുക്ക് ലജ്ജ തോന്നും, ദേഷ്യം തോന്നും. പിന്നെ ഈ തോൽവിയെക്കുറിച്ച് പറയുന്നവരുടെ മുഖത്ത് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ പേടിയും തോന്നും. സഹോദരങ്ങൾ, ഇത് തന്നെയാണ് സാത്താന് സംഭവിക്കുന്നത്. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച, വിശുദ്ധ കുരിശിൻ്റെ വിജയം തിന്മയുടെ മേലുള്ള വിജയമാണ്, പാപത്തിന് മേലുള്ള വിജയമാണ്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കുരിശ് എന്ന് പറഞ്ഞാൽ, കുരിശ് വരച്ചാൽ, കുരിശെടുത്ത് കാണിച്ചാൽ അത് തിന്മയ്ക്ക് ഭയാനകമായി തോന്നും. അതുകൊണ്ടാണ് കുരിശിനെ ദോഷിക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം, കുരിശിനെ ഭയക്കുന്നവരെ നമ്മൾ ശ്രദ്ധിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഞാനൊരു സംഭവം കൂടെ പറയുകയാണ്. അതായത് ഞാൻ ഒരു പുസ്തകത്തിൽ മനുഷ്യപുത്രൻ്റെ അടയാളം എന്ന ബെന്നി പുന്നത്ര സാറ് ബ്രദർ എഴുതിയ പുസ്തകത്തിൽ ഞാൻ വായിച്ചൊരു സംഭവമാണ്. അത് മുഴുവൻ കുരിശിനെക്കുറിച്ചുള്ള വിവിധങ്ങളായ അനുഭവങ്ങളും പ്രബോധനങ്ങളും വിശ്വാസ സാക്ഷ്യങ്ങളൊക്കെയാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ വായിച്ചൊരു കാര്യം എന്താണെന്നറിയാമോ? ഈ നാസി തടങ്കൽ പാളയത്തിൽ അവർ പിടിക്കപ്പെട്ടു പോയിരിക്കുന്ന മനുഷ്യരെ, ഈ അടിമകളെ വല്ലാതെ പീഡിപ്പിക്കുകയാണ്. ഭയങ്കരമായ ദേഹോപദ്രവം കൊടുക്കുന്നു, അധ്വാനം കൊടുക്കുന്നു, കഷ്ടപ്പെടുത്തി കൊല്ലുകയാണ്. അങ്ങനെ അവിടെ ഒരു സമയത്ത് ഒരു നിയമം ഉണ്ടായിരുന്നു പോലും, എല്ലാവരും ജോലി ചെയ്തുകൊണ്ടിരിക്കണം, റെസ്റ്റ് ചെയ്യാൻ പാടില്ല. ജോലി ചെയ്ത് തളർന്നാലും ഇരിക്കാൻ പാടില്ല. ഇരുന്നാൽ അപ്പം തന്നെ അവിടെ കാണുന്ന പാറാവുകാരൻ ഒന്നെങ്കിൽ കൊന്നുകളയും അല്ലെങ്കിൽ അടിക്കും, എന്തെങ്കിലും ചെയ്യും. എന്ന് മാത്രമല്ല, ഒരാൾ തളർന്നാൽ അയാളെ വേറൊരാൾ സഹായിക്കാനും പാടില്ല. ഇങ്ങനൊരു സമയത്ത് അവർ ജോലി ചെയ്ത് തളർന്ന് മരിക്കണം. അത്ര ക്രൂരമായി പീഡിപ്പിക്കുകയാണ്. ജോലി ചെയ്ത് ഒരാൾ മടുത്തു കഴിഞ്ഞിട്ട് വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം കുറച്ച് അവിടെ ഇരുന്നു. ആര് കൊല്ലട്ടെ, ഇനി പണിയെടുക്കാൻ പറ്റില്ല. അങ്ങനെ അയാൾ അവിടെ ഇരുന്ന് താഴോട്ട് ഇങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്, ഭയങ്കരമായിട്ട് ക്ഷീണിച്ചിരിക്കുക. പെട്ടെന്ന് തൊട്ടടുത്ത് നിന്നൊരു വ്യക്തിയുണ്ട്. ആ വ്യക്തി പെട്ടെന്ന് എന്ത് ചെയ്തെന്ന് അറിയാമോ? ഓടിച്ചെന്ന് ഇയാൾ കുനിഞ്ഞിങ്ങനെ താഴോട്ടിരിക്കുകയാണ്. ആ മണ്ണിൽ ഒരു കുരിശടയാളം വരച്ചു. ജസ്റ്റ് ഇങ്ങനെ മണ്ണിൽ കുരിശ് വരച്ചിട്ട് അയാൾ ഓടി തിരിച്ചു വന്നു. കാരണം എന്താ, പോയി സഹായിക്കുന്ന കണ്ടാൽ ഇയാളെയും അവർ കൊന്നുകളയാൻ സാധ്യതയുണ്ട്. അപ്പോൾ പാറാവുകാരുടെ കണ്ണ് വെട്ടിച്ച് ഓടിപ്പോയി കുരിശ് വരച്ചിട്ട് അദ്ദേഹം ഓടി തിരിച്ചു വന്നു അയാളുടെ പണിയിൽ അദ്ദേഹം മുഴുകി. പ്രിയ സഹോദരങ്ങളെ, അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ മനുഷ്യൻ, ഈ തളർന്ന മനുഷ്യൻ, താഴോട്ട് നോക്കിയിരിക്കുന്ന മനുഷ്യൻ തളർന്നിങ്ങനെ ഇരിക്കുമ്പോൾ താഴെ വരച്ചിരിക്കുന്ന, മണ്ണിൽ വരച്ചിരിക്കുന്ന ആ കുരിശിലേക്ക് ഇദ്ദേഹം നോക്കിയപ്പോൾ ആ കുരിശിൻ്റെ ചിഹ്നത്തിൽ നിന്ന്, ആ കുരിശിൽ നിന്ന് ഒരു ശക്തി ഈ മനുഷ്യനിലേക്ക് പ്രവേശിച്ചു. ഈ മനുഷ്യൻ ശക്തമായിട്ട് ചാടി എഴുന്നിട്ട് ആരോഗ്യം പ്രാപിച്ചു. പെട്ടെന്ന് പാറാവുകാരുടെ കണ്ണിൽപ്പെടുന്നതിന് മുമ്പേ ഈ മനുഷ്യൻ തിരിച്ചു വന്ന് ജോലി പുനരാരംഭിച്ചു. എന്നിട്ട് അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശുദ്ധ കുരിശിൻ്റെ ശക്തി. ഒരു മണ്ണിൽ വരച്ചിട്ടിരിക്കുന്ന ഒരു കുരിശിലേക്ക് നോക്കുമ്പോൾ തന്നെ ആവശ്യക്കാരന് അനുഗ്രഹവും അഭിഷേകവും ശക്തിയുമായി ആ കുരിശ് മാറുകയാണ്. അപ്പോൾ വിശുദ്ധ കുരിശിൻ്റെ അടയാളം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമ്മൾ ഓരോരുത്തരും വിശുദ്ധ കുരിശിനെ സ്നേഹിക്കണം. ഒരു കുരിശുരൂപം നിങ്ങളുടെ ശരീരത്തിൽ ധരിക്കണം. ജപമാലയിൽ ഒരു കുരിശുരൂപം ഉണ്ട്, അത് ജപമാല ധരിക്കുന്ന കൂട്ടത്തിലുണ്ട്. ഇനി അങ്ങനെയല്ല, സാധിക്കുമെങ്കിൽ ഒരു കുരിശുരൂപം നിങ്ങളുടെ ശരീരത്തിൽ എവിടെയെങ്കിലും, പച്ചകുത്തണമെന്നല്ല ഞാൻ പറയുന്നത്, ഒരു കുരിശുരൂപം നമ്മൾ വസ്ത്രത്തിൽ ധരിക്കുകയോ കീശയിൽ കൊണ്ടു നടക്കുകയോ ചെയ്യണം. പ്രാർത്ഥിക്കുമ്പോൾ കുരിശുരൂപം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ വിശുദ്ധ കുരിശിനെ സ്നേഹിക്കണം. വിശുദ്ധ കുരിശ് നമുക്ക് നൽകുന്ന ആ അനുഗ്രഹങ്ങളെ നമ്മൾ സ്വീകരിക്കണം. വിശുദ്ധ കുരിശിനെ പുകഴ്ത്തണം. വിശുദ്ധ കുരിശിനോട് നമ്മൾ ഈശോയോടുള്ള സ്നേഹം കാണിക്കണം. അങ്ങനെ വിശുദ്ധ കുരിശിൽ നമ്മൾ ഒന്നായി ചേരും. ആ സംരക്ഷണത്തിന്, ആ തണലിൽ നമ്മൾ ജീവിക്കും. നമുക്കൊന്നും ഭയപ്പെടേണ്ടതായി വരികയില്ല. എല്ലാ ദിവസവും വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമ്മളെ തന്നെ മുദ്ര ചെയ്ത് വേണം നമ്മൾ ദിവസം തുടങ്ങാൻ. വിശുദ്ധ കുരിശിൻ്റെ അടയാളത്തിൽ നമ്മളെ തന്നെ മുദ്ര ചെയ്ത് വേണം നമ്മൾ ദിവസം അവസാനിപ്പിക്കാൻ. ചിലർ കാർന്നോമാരൊക്കെ പറയാറുണ്ടായിരുന്നു, നമ്മൾ കിടക്കുമ്പോൾ തലയെണ്ണയിലും കട്ടിലിൻ്റെ 4 മൂലയ്ക്കും ഓരോ കുരിശ് വരച്ചിട്ട് കിടക്കണം.
മറ്റു പീഡകളും ദുസ്വപ്നങ്ങളും ഉണ്ടാകില്ല. സത്യമാണത്, സത്യമാണ്. ഏതെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നിങ്ങൾ വിശുദ്ധ കുരിശ് വരച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സഹോദരങ്ങൾക്ക്, വീട്ടിലുള്ളവർക്ക് എന്തെങ്കിലും ഒരു ഭയമോ ഒരു അസ്വസ്ഥതയോ വന്നാൽ വിശുദ്ധ കുരിശ് നെറ്റിയിൽ വരച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ ഓരോ പ്രാവശ്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ നമ്മളെ തന്നെ വിശുദ്ധ കുരിശിനാൽ ആശീർവദിക്കുകയാണ്. ഇങ്ങനെ ചെറിയ കുരിശടയാളം വരച്ചുള്ള പ്രാർത്ഥന നമുക്ക് ദണ്ഡവിമോചനം തരുന്നതാണെന്ന് സഭ പഠിപ്പിക്കുന്നുണ്ട്. സഹോദരങ്ങളെ, വിശുദ്ധ കുരിശ് നമ്മുടെ അഭിമാനത്തിൻ്റെ ചിഹ്നവും ശക്തിയുടെ സ്രോതസ്സുമായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അങ്ങയുടെ കുരിശ് മരണത്തെ ധ്യാനിച്ച് വിശുദ്ധ കുരിശിൽ ആശ്രയിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കുരിശിൻ്റെ പുകഴ്ച ആഘോഷിക്കുവാൻ, അത് ഞങ്ങളുടെ അഭിമാന ചിഹ്നമായി കൊണ്ടു നടക്കാൻ, വിശുദ്ധ കുരിശ് ധരിക്കാനും വിശുദ്ധ കുരിശ് കൊണ്ടു നടക്കാനും ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കുരിശിൽ എന്നും ആശ്രയിച്ച് പരിശുദ്ധ അമ്മയോട് ചേർന്ന് സ്വർഗത്തിലെത്തുന്നത് വരെ വിജയശ്രീലാളിതരായി ഈ ലോകത്ത് ജീവിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ, പരിശീലിപ്പിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ആവേ മരിയ.